अद्य महान् सन्तोषस्य अवसरः। अयं देशः चट्टम्बिस्वामिनः समाधिरूपेण अनुगृहीतः देशः। तत्र शङ्करस्य नामधेयेन एकः विश्वविद्यालयः, तत्रापि चट्टम्बिस्वामी महोदयस्य नामधेयेन एकः विभागः अस्ति। तत्र प्रथमप्रबन्धः प्रबन्धकार्यक्रमः चट्टम्बिस्वामी महोदयस्य नाम्ना तेषां फिलोसफी, रिलीजियन्, एकोनॉमी, सोसैटी इत्यादि मण्डलानि अधिकृत्य प्रथमः प्रबन्धः अत्र समायोजितः चट्टम्बिस्वामी महोदयस्य नामधेयेन प्रसिद्धेन विभागेन। मया प्रबन्धः संस्कृतरूपेण कृतः, किन्तु रोचनम् आवश्यकम् इति मत्वा कैरल्यां तस्य सामान्यरूपेण वक्तुं ശ്രമം करिष्यामि। ഞാൻ സ്വീകരിച്ച വിഷയം ചട്ടമ്പിസ്വാമികളുടെ മതത്തിൽ കാര്യകാരണവാദം എന്ന വിഷയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രപരമായ ഒരു ഗ്രന്ഥമാണ് അദ്വൈത ചിന്താ പദ്ധതി. അദ്ദേഹം അതിൽ മലയാള ഭാഷയിൽ വളരെ ലളിതമായിട്ട് അദ്വൈത വേദാന്തത്തിൻ്റെ വിഷയങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. 6 അധ്യായങ്ങളാണ് ആ ഗ്രന്ഥത്തിലുള്ളത്. അതിൽ ഒരധ്യായമായ ജഗന്മിഥ്യാത്വം എന്ന് പറയുന്ന അധ്യായത്തിലെ കാര്യകാരണവാദം എന്നൊരു ചെറിയൊരു വിഷയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാര്യകാരണവാദം, എന്തിനാണ് ഇതിനെ ദർശനങ്ങൾ സ്വീകരിക്കുന്നത്, അതാണ് ആദ്യം അറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ കാര്യകാരണവാദം എന്ന് പറയുമ്പോൾ അതിൽ ഒരു വാദം എന്നൊരു പദമുണ്ട്. വാദം എന്ന് പറയുന്നത് സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെയധികം ചർച്ചകളിലൂടെ എത്തിച്ചേരുന്ന നിഗമനത്തെയാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യകാരണവാദം എന്ന് പറയുമ്പോൾ കാര്യത്തെയും കാരണത്തെയും കുറിച്ചുള്ള സിദ്ധാന്തം. അപ്പോൾ വീണ്ടും കാര്യം എന്താണ്, കാരണം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ കാര്യം എന്ന് പറയുന്നത് കാരണത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്തോ അത് കാര്യം. കാരണത്തിൽ നിന്നുണ്ടാകുന്നത് കാര്യം എവിടെ നിന്നുണ്ടാകുന്നുവോ അത് കാരണം. ഇനി ഈ കാരണത്തെയും കാര്യത്തെ സംബന്ധിച്ച് ഒരു പദം കൂടിയുണ്ട്, സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ കാരണത്തെ കാര്യമാക്കി മാറ്റുന്നതിന് സഹായിച്ച പ്രക്രിയ എന്തോ അതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ കാരണം, കാര്യം, സൃഷ്ടി, ഈ 3 പദങ്ങളുടെ അർത്ഥത്തെ സംബന്ധിച്ച ചർച്ചയെ പൊതുവായിട്ട് പറയുന്ന പേരാണ് കാര്യകാരണവാദം. എല്ലാ ദർശനങ്ങളിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു വാദമാണ് കാര്യകാരണവാദം. എന്തുകൊണ്ടെന്നാൽ എല്ലാ ദർശനങ്ങളും ചെയ്യുന്നത് അനുഭവവേദ്യമായ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കി ആ പ്രപഞ്ചത്തിന് പിന്നിലുള്ള തത്വം എന്താണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് എല്ലാ ദർശനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഏത് ദർശനമാണെങ്കിലും ഈ കാര്യകാരണവാദത്തെ പറയാതെ മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുകയില്ല. അദ്വൈത വേദാന്തത്തിലെ കാര്യകാരണവാദം എന്ന് പറയുന്നത് അതിന് വിവർത്തവാദം എന്നാണ് പറയുന്നത്. പൊതുവെ പരിണാമവാദം, ആരംഭവാദം, വിവർത്തവാദം എന്നിങ്ങനെ 3 വാദങ്ങളാണ് കാര്യകാരണവാദവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഓരോ വാദവും ആ ദർശനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന തത്വങ്ങളെ സമർത്ഥിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്വൈത വേദാന്തത്തെ സംബന്ധിച്ച് തത്വം എന്ന് പറയുന്നത് ഏകമായ ബ്രഹ്മമാണ്. നമ്മൾ ആത്മാവെന്ന് പറയുന്നു, ബ്രഹ്മം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ആത്മാവിനെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുന്നതോ വൈവിധ്യമുള്ള ഈ പ്രപഞ്ചത്തെയാണ്. അപ്പോൾ ഈ ഒരു മുറിയിൽ 50 പേരുണ്ടെങ്കിൽ 50 ജീവന്മാരെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ സിദ്ധാന്തം പറയുന്നു ഒരേ ആത്മാവാണ്. അനുഭവമാകട്ടെ പറയുന്നു വൈവിധ്യം നിറഞ്ഞ പ്രപഞ്ചവും വിവിധങ്ങളായിട്ടുള്ള ആത്മാക്കളും. അപ്പോൾ ഈ 2 സമസ്യകളിൽ ഒന്നിനെ പരിഹരിക്കുവാനാണ് നമ്മൾ വിവർത്തവാദത്തെ സ്വീകരിക്കുന്നത്. അതായത് ബ്രഹ്മം ഒന്നെന്ന് പറയുകയും ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ള പ്രപഞ്ചത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2ആയി, ഒന്നല്ല. ബ്രഹ്മം 1, പ്രപഞ്ചം 1. അപ്പോൾ 1 1 2ആയി. അപ്പോൾ അദ്വൈതം തെറ്റിപ്പോയി. ഇതൊരു സമസ്യയാണ്. ഈ സമസ്യക്ക് പരിഹാരമാണ് നമ്മൾ വിവർത്തവാദത്തിലൂടെ പരിഹാരമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണം, പ്രസിദ്ധമായ ഉദാഹരണമാണ് രജ്ജു സർപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ രജ്ജു സർപ്പം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ കയറിൽ കാണപ്പെടുന്ന പാമ്പ്. അപ്പോൾ രജ്ജു കാരണമാണ്, സർപ്പം കാര്യമാണ്. അപ്പോൾ രജ്ജുവിന് മാറ്റമില്ലാതെ തന്നെയാണ് അതിൽ നമ്മൾ സർപ്പത്തെ കാണുന്നത്.
രജ്ജു ഒരിക്കലും സർപ്പമായിട്ട് മാറുന്നില്ല. പക്ഷെ രജ്ജു ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കാണുമ്പോൾ സർപ്പമായിട്ട് ഇടയ്ക്കെങ്കിലും അനുഭവിക്കാറുണ്ട്. അപ്പോൾ അതിനെ കണ്ട് നമ്മൾ പേടിക്കാറുണ്ട്, ചിലപ്പോൾ ബഹളം വയ്ക്കും. പേടിയില്ലാത്തവരാണെങ്കിൽ അതിനെ പിടിക്കാൻ പോകും. പാമ്പിനെ കിട്ടി എന്ന് ചിലപ്പോൾ അതിനെ പിടിക്കാനായിട്ട് പോകും. അപ്പോൾ ഇവരുടെ മുഖങ്ങൾ കാണുമ്പോൾ ക്ലാസ് ഓർമ്മ വരികയാണ്. കാരണം നമ്മൾ ഈ രജ്ജു സർപ്പം പറയാതെ ഒരു ദിവസം പോലും ഉറങ്ങാറില്ല. അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കും, ഈ സാറിന് ഈ രജ്ജു സർപ്പം ഇല്ലാതെ വേറെ ഒന്നുമില്ലേ? അപ്പോൾ അതൊരു പരിമിതിയാണ് നമ്മുടെ. കാരണം ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ക്ലാസിക് ഉദാഹരണമാണ്. ഇതിന് സമമായിട്ട് വേറൊന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്കിത് കണ്ടെത്താം. അതിനെ ശ്രമിച്ചാൽ കിട്ടും. ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ട ഒരു സിനിമയാണ് ഒടിയൻ. ആ ഒടിയനിൽ ഈ പറയുന്ന വിവർത്തവാദമുണ്ട്. ഒടിയനായ മാണിക്യൻ തന്നെ അത് പറയുന്നുണ്ട്. ഇപ്പൊ ഒടിയനിൽ അറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത്, ഒടിവിദ്യയാണ്. അപ്പൊ ഒടിവിദ്യയിൽ നടക്കുന്നത് എന്താണ്? മാണിക്യൻ എന്ന പേരുള്ള ആ കഥാപാത്രം മോഹൻലാല് കാട്ടുപോത്തായിട്ട് അനുഭവപ്പെടുന്നു രാത്രി. അപ്പൊ കാട്ടുപോത്ത് വന്ന് കുത്തി എന്നാണ് ആൾക്കാർ പറയുന്നത്. ആരെ കുത്തിയത്? കാട്ടുപോത്തല്ല. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ആ കഥാപാത്രം കാട്ടുപോത്തിന് സദൃശമായ ചില വസ്തുക്കളെ ഉപയോഗിക്കുന്നു. രാത്രിയിൽ, ആ കാലത്ത് വൈദ്യുതി ഇല്ലാത്ത കാലമാണല്ലോ, പഴയ കാലമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ കാണുമ്പോൾ പോത്തിനെ പോലെയുണ്ട്. ഇത് ഉപദ്രവിക്കുന്നു, ഇതിനെ കണ്ട് പേടിക്കുന്നു. അപ്പോൾ യഥാർത്ഥ പോത്തല്ലാത്ത ഒടിയനെ പോത്തായിട്ട് കരുതുന്നു, പേടിക്കുന്നു, ബഹളം വയ്ക്കുന്നു, ഒച്ച വയ്ക്കുന്നു, സങ്കടപ്പെടുന്നു. ഇതുപോലെയാണ് യഥാർത്ഥ സർപ്പമല്ലാത്ത രജ്ജുവിനെ പ്രത്യേക സാഹചര്യത്തിൽ കാണുമ്പോൾ സർപ്പമാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഉദാഹരണം. അപ്പൊ ഈ ഉദാഹരണം ഒഴിവാക്കി നമുക്ക് പോകാൻ പറ്റില്ല. കുട്ടികൾ പലപ്പോഴും ഇത് കംപ്ലൈന്റ് ആയിട്ട് പറയാം, ഇത് തന്നെയാണോ പറയുന്നത്, ഇത് തന്നെയാണോ. പക്ഷെ ഇത് ഒഴിവാക്കി നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ നമ്മൾ ഇതുപോലെ കണ്ടെത്തണം. ഇതുപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്, അതിനെ നമ്മൾ കണ്ടെത്തണം. ഇനി സിദ്ധാന്തത്തിലേക്ക് പോവാം. സിദ്ധാന്തം എന്ന് പറയുന്നത് കാരണമായിട്ടുള്ളത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് അതിൽ നമ്മൾ പ്രപഞ്ചത്തെ ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ പ്രപഞ്ചമായിട്ട് കരുതുകയാണ്. അപ്പോൾ അദ്വൈത ചിന്താപദ്ധതിയിൽ ഈ ഒരു വിഷയത്തെ വളരെ ലളിതമായിട്ട് ഗുരു ശിഷ്യ സംവാദത്തിലൂടെ ചട്ടമ്പി സ്വാമികൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കാര്യകാരണവാദത്തെ കുറിച്ച് കുറെ അധികം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നാളെ എനിക്ക് മോര് കുടിക്കണം, തൈര് കുടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പാല് മേടിച്ച് വീട്ടിൽ പോകാറുണ്ട്. ആ പാലിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം മോര് കുടിക്കാറുണ്ട്. അപ്പോൾ പാലിൽ നിന്ന് എന്ത് കിട്ടി? മോര് കിട്ടി. പക്ഷെ ഞാൻ ഇതുപോലെ നാളെ പാമ്പിനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കയർ മേടിച്ച് കൊണ്ടുപോയാൽ പാമ്പ് കിട്ടുമോ? ഇല്ല. അപ്പൊ പാലിനും തൈരിനും കാര്യകാരണഭാവം പറയാം. പാലിൽ നിന്ന് തൈരുണ്ടാകുന്നു എന്ന് പറയാം, ഞാൻ കുടിക്കാറുണ്ട്. എന്നാൽ രജ്ജു മേടിച്ചുകൊണ്ട് പോയാൽ അടുത്ത ദിവസം പാമ്പിനെ കിട്ടാറില്ല. അപ്പൊ രജ്ജുവിനും സർപ്പത്തിനും കാര്യകാരണഭാവം പറയാൻ പറ്റുമോ എന്നാണ് ശിഷ്യന്റെ ചോദ്യം. അപ്പൊ ഗുരു മറുപടി കൊടുക്കുകയാണ്: അപ്പൊ കുട്ടി, നിനക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ഈ സംശയം, അതറിഞ്ഞാൽ മതി. അപ്പോൾ കാര്യകാരണങ്ങൾ പ്രധാനമായിട്ടും 3 തരമുണ്ട്: ആരംഭവാദം, പരിണാമവാദം, വിവർത്തവാദം. അപ്പോൾ ആരംഭവാദം എന്ന് പറയുന്നത് നൈയായികരും വൈശേഷികരും ഒക്കെ അംഗീകരിക്കുന്ന വാദമാണ് ആരംഭവാദം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്ത്രത്തിന്റെ കാര്യം എടുത്താൽ മതി. വസ്ത്രത്തിന്റെ കാരണം എന്ന് പറയുന്നത് തന്തുക്കൾ, നൂലുകളാണ്. അപ്പൊ നൂലുകൾ ഓരോന്നോരോന്ന് ചേർന്ന് വലിയൊരു വസ്ത്രം ഉണ്ടാകുന്നു. അപ്പൊ നൂലുകൾ ചേർന്ന് വസ്ത്രം ഉണ്ടാകുന്നു എന്നുള്ളത് ആരംഭവാദത്തിന് ഉദാഹരണമാണ്. പരിണാമത്തിന്റെ ആകട്ടെ, നേരത്തെ പറഞ്ഞു, പാല് പരിണമിച്ചാണ് തൈരുണ്ടാകുന്നത്, മൃത്ത് പരിണമിച്ചാണ് ഘടമുണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ പരിണാമവാദം എന്ന് പറയുന്നത്. വിവർത്തവാദമാകട്ടെ, ഈ പറഞ്ഞു രജ്ജുവിൽ നിന്നും സർപ്പം പ്രകടമാകുന്നു. അപ്പോൾ 1-2 വാദങ്ങളില് കാര്യം സത്യമാണ്. അതായത് ആരംഭവാദത്തിലും പരിണാമവാദത്തിലും ഉണ്ടാകുന്ന കാര്യം സത്യമാണ്. നൂലുകൾ ചേർന്നുണ്ടാകുന്ന വസ്ത്രം സത്യമാണ്. മൃത്ത് പരിണമിച്ചുണ്ടാകുന്ന ഘടം സത്യമാണ്.
എന്നാൽ വിവർത്തവാദത്തില് രജ്ജു ഒരിക്കലും സർപ്പം ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ടത് മിഥ്യയാണെന്ന്. അപ്പൊ ജഗത്തിന്റെ മിഥ്യാത്വത്തെ സ്ഥാപിക്കുവാനാണ് ഈ അദ്വൈത വേദാന്തത്തിൽ വിവർത്തവാദത്തെ അംഗീകരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴേക്കും ശിഷ്യന് മനസ്സിലായി 3 തരമുണ്ടല്ലോ, എനിക്ക് വിവർത്തം എന്നത് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സംശയം ഉണ്ടായത്. ഇപ്പൊ സംശയം അതിനെ കാര്യകാരണം രജ്ജുസർപ്പത്തിനുണ്ടോ എന്നത് തീർന്നിരിക്കുന്നു. പക്ഷെ നല്ല ശിഷ്യനായതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ശരി രജ്ജുസർപ്പങ്ങൾക്ക് കാര്യകാരണവാദം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഈ പ്രപഞ്ചം ഈ പറഞ്ഞ പോലെ ഒരു കാര്യമാണോ? ബ്രഹ്മത്തിന്റെ നിന്നുണ്ടാകുന്ന വിവർത്തമാണോ ഈ പ്രപഞ്ചം? എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല? ഞാനിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉറങ്ങുന്നു, നാളെ വീണ്ടും എഴുന്നേൽക്കുന്നു, നാളെയും പ്രപഞ്ചമുണ്ട്, മറ്റന്നാളെ ഉണ്ട്, ഇനി കുറേ ഇങ്ങോട്ടുണ്ട്. നമ്മളൊരു 10 കൊല്ലത്തെ പ്ലാനെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ രജ്ജുവിൽ കാണുന്ന സർപ്പമാകട്ടെ പെട്ടെന്ന് ഇല്ലാതെയാവും. ഈ പ്രപഞ്ചമാകട്ടെ അങ്ങനെ ഇല്ലാതെയാവുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് നിത്യമല്ലേ? അപ്പോ ദൃഷ്ടാന്തത്തിൽ പറഞ്ഞ കാര്യം സിദ്ധാന്തത്തിൽ എങ്ങനെ യോജിക്കുന്നു എന്നാണ് രണ്ടാമത്തെ സംശയം. അപ്പൊ ഗുരു പറയുകയാണ്, ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട, നീ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ നീ ഇപ്പോ ജാഗ്രത അവസ്ഥയിലാണ്, രാത്രി ആകുമ്പോഴത്തേക്കും ക്ഷീണം വരുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്വപ്നാവസ്ഥ. അപ്പൊ സ്വപ്നം കാണുന്നു. അപ്പൊ ജാഗ്രതത്തിൽ നിന്റെ പേരെന്താ? രാജേഷ്. നിനക്ക് എത്രയാ ഉയരം? 8 അടി അല്ലേ, 6 അടി. ഉറങ്ങുമ്പോഴോ രാജേഷ് അല്ല, വേറെന്തുവായിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ ഇന്നലെ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ ഞാനിങ്ങനെ പോകുന്ന സ്വപ്നമാണ് കണ്ടത്. എന്തായിരുന്നു വേഷം? ഇവിടുത്തെ വേഷമേ അല്ലായിരുന്നു, എന്തോ വേഷമായിരുന്നു. അപ്പൊ ജാഗ്രതയിൽ അനുഭവിക്കുന്ന പ്രപഞ്ചം സ്വപ്നാവസ്ഥയിൽ എത്തുമ്പോൾ ഇല്ലാതെയാകുന്നു. ഇനി മൂന്നാമതൊരവസ്ഥയുണ്ട്, സുഷുപ്തി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒന്നും അറിയാതെ കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ വേറെ ആരെങ്കിലും വന്ന് എഴുന്നേൽപ്പിച്ചാലും എഴുന്നേൽക്കുള്ളൂ, ഗാഠനിദ്രയാണ്. അപ്പൊ ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞതുമില്ല. അപ്പോൾ 3 അവസ്ഥകൾ നമ്മളെന്നും കടന്നു പോകുന്നുണ്ട്. ഓരോ അവസ്ഥയിൽ പോകുമ്പോഴും അനുഭവിക്കുന്ന പ്രപഞ്ചങ്ങൾ വേറെ വേറെയാണ്. അപ്പോൾ ഇപ്പൊ അനുഭവിക്കുന്ന പ്രപഞ്ചം സ്വപ്നത്തിൽ പോലും ഇല്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന് എന്തില്ല? സത്യത്വം ഇല്ല, അത് അസത്വമാണെന്നാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും സംശയം ചോദിക്കുകയാണ്, അതെങ്ങനെ പറയാൻ പറ്റും? ശ്രുതി പറയുന്നുണ്ടല്ലോ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് പ്രപഞ്ചം. അപ്പൊ ഇത് സത്യമായിട്ടല്ലേ അംഗീകരിക്കേണ്ടത്? ബ്രഹ്മം സത്യമാണെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്ന പ്രപഞ്ചവും സത്യമായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ സംശയമായിട്ട് പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ശ്രുതി അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ശ്രുതികളുടെ എല്ലാം അർത്ഥമെടുക്കേണ്ടത് നേരിട്ടല്ല, അതിന്റെ താല്പര്യത്തെയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ശ്രുതികളുടെ താല്പര്യം ബ്രഹ്മം ഒന്ന് എന്നാണ്. ആ ഒന്ന് എന്ന കിട്ടുന്ന രീതിയിലായിരിക്കണം എല്ലാ ശ്രുതികളെയും മനസ്സിലാക്കേണ്ടത് എന്ന മറുപടിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ വീണ്ടും സംശയം ചോദിക്കുകയാണ്, ഇപ്പോ ഗുരു പറഞ്ഞു രജ്ജുവിൽ സർപ്പത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു, രജ്ജുവിനെ ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സർപ്പഭ്രമം നീങ്ങുന്നു. രജ്ജുവിനെ തൊട്ട് നമ്മളെടുത്ത് അയ്യേ ഇതിനെയാണോ ഞാൻ സർപ്പം എന്ന് വിചാരിച്ചത് എന്ന് തോന്നലുണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതോടെ സർപ്പത്തിന്റെ ആ പ്രതീതി ഇല്ലാതായിരുന്നു. പക്ഷെ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം വീണ്ടും ഉണ്ടാകുന്നുണ്ടല്ലോ. ഇപ്പൊ ബ്രഹ്മജ്ഞാനികൾ എന്ന് പറയുന്ന ഋഷിമാരാകട്ടെ സന്യാസിമാരാകട്ടെ ആചാര്യമാകട്ടെ ബ്രഹ്മജ്ഞാനം നേടിയവരും പിന്നെയും ഈ ലോകത്തില് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നു. അപ്പൊ അവർക്ക് പ്രപഞ്ചം എന്ന അനുഭവം ഉണ്ടല്ലോ, അതെങ്ങനെ സാധ്യമാകുന്നു എന്ന് പറയുക. അപ്പൊ അതിന് പരിഹാരമായിട്ട് ഗുരു പറയുകയാണ്, ഈ അസത്വം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. നാമമാത്രാസത്വം, നാമരൂപമാത്രാസത്വം എന്ന് പറയും. അപ്പൊ നാമമാത്രാസത്വം എന്ന് പറഞ്ഞാൽ, അസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്. നാമമാത്രാസത്വം എന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ട്, രൂപമില്ല എന്നുള്ളതാണ്. അപ്പൊ ഉദാഹരണം പറയുമ്പോൾ വ്യക്തമാവും. ഇപ്പൊ വന്ധ്യാപുത്ര എന്നാണ് അതിന് പ്രസിദ്ധമായ ഉദാഹരണം. അപ്പൊ വന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ ശേഷിയില്ലാത്ത സ്ത്രീ. ആ സ്ത്രീക്ക് ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാവില്ല. അപ്പൊ വന്ധ്യാപുത്രൻ എന്ന് പറയുമ്പോൾ പേര് മാത്രമേ ഉള്ളൂ, ആ പുത്രന്റെ രൂപം മുന്നിൽ കാണാനായിട്ട് പറ്റുകയില്ല. അപ്പൊ വന്ധ്യാപുത്രൻ ഒരു അസത്വമാണ്. അത് ഏതൊരു അസത്വമാണ്? നാമമാത്രാസത്വം ആണ്. രണ്ടാമതൊരു അസത്വം എന്ന് പറയുന്നത് നാമരൂപമാത്രാസത്വം. പേരുണ്ട്, കൂടെ
രൂപവുമുണ്ട്. അതിൽ പെടുന്നതാണ് രജ്ജു സർപ്പം, മരുമരീചിക. നമ്മൾ മരീചിക കാണുമ്പോൾ വെള്ളമുണ്ട് എന്ന് തോന്നും. അതുപോലെ ശുക്തികാരജതം, വെയിലത്തൊരു ചിപ്പി കിടക്കുകയാണെങ്കിൽ അത് രജതമായിട്ട് അനുഭവപ്പെടും. ആകാശത്തിന് നീലവർണ്ണമുണ്ടെന്ന് തോന്നും. അപ്പൊ ഇതെല്ലാം നാമവും രൂപവുമുള്ള അസത്വങ്ങളാണ്. ഇനി ഈ അസത്വങ്ങൾ തന്നെ, നാമവും രൂപമുള്ള അസത്വങ്ങൾ തന്നെ വീണ്ടും 2 തരമുണ്ട്. ഒന്നിന്റെ അധിഷ്ഠാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അനുഭവമില്ലാതെയാകും. മറ്റൊന്നാണെങ്കിൽ അധിഷ്ഠാനത്തെ അറിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അനുഭവം തുടരും. ഉദാഹരണത്തിന്, രജ്ജുവിൽ കാണപ്പെടുന്ന സർപ്പമില്ലാതെയാകാൻ രജ്ജുവിനെ അറിഞ്ഞാൽ മതി. അതോടെ സർപ്പഭ്രമം നീങ്ങി, വീണ്ടും ആ രജ്ജുവിൽ ആ സമയത്ത് ഉണ്ടാവുകയില്ല. പക്ഷേ വെള്ളത്തിന്റെ കാര്യത്തിൽ ദൂരെ കിടക്കുന്ന, ഇപ്പൊ റോഡിലൊക്കെ കണ്ടാൽ അറിയാം, ദൂരെ കിടക്കുമ്പോൾ വെള്ളം ഉള്ള പോലെ തോന്നും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് റോഡാണെന്ന് മനസ്സിലാക്കിയാലും വെള്ളം പിന്നെയും കാണപ്പെടും വെള്ളത്തിന്. അതുപോലെ തന്നെ ആകാശത്തിന് നിറമില്ല എന്ന് മനസ്സിലാക്കിയാലും വീണ്ടും നീലയാണ് ആകാശം എന്ന് പറയും. അപ്പോൾ അസത്വത്തിൽ തന്നെ ചിലത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇല്ലാതാകുന്നു, ചിലതാകട്ടെ അറിഞ്ഞു കഴിഞ്ഞാലും നീണ്ടു നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനികൾക്കും പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനം ബ്രഹ്മമാണെന്ന് അറിഞ്ഞാലും വീണ്ടും പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട് എന്ന രീതിയിൽ മറ്റുള്ളവർ പറയുന്നത്. ഇനി ഇതാണ് വിവൃത്തവാദത്തെ കുറിച്ച് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇനി അസത്കാര്യവാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്, സത്കാര്യവാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്, പരമാണു കാരണവാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. ഇനിയും 4 പേര് പഠിക്കുന്നുണ്ട്. ഒരു പണിക്ക് കഴിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇതിന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ചർച്ചയിൽ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. അത്ര ഉപസ്ഥിതാः അധ്യക്ഷः ശ്രീനിവാസ മഹോദയः, സഭാമഞ്ചേ ഉപവിഷ്ടാः പൂജനീയ വ്യക്തയः, മമ ആരാധ്യ ഗുരവः. അത്ര ചട്ടമ്പിസ്വാമിം അധികൃത്യ കിഞ്ചിത് ശ്രവണം കർത്തവ്യം, അവശ്യം കർത്തവ്യം ഇതി തൽപരരൂപേണ ആഗതാः ജനാः, പ്രിയ ഛാത്രാः സർവേഭ്യः മമ സന്തോഷः. പ്രണാമः.